ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നിലാവോ പുത്തൻ ഭാവിഴ കൊടിയോ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ ആരാരീരാരും ആരാരോ രാരം ആരാരീരാരം ആരാരോ ആരാരീരാരം ആരാരോ രാരം ആരാരീരാരം ആരാരോ. ഹലോ ഹലോ ശിവചേട്ടാ, എൻ്റെ വാവച്ചി ഉറങ്ങിയ? എങ്ങനെയുണ്ട് മുത്തേ എൻ്റെ പാട്ട്? ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ ശിവചേട്ടാ, ശിവചേട്ടനെ കണ്ടാ പറയില്ല ഇത്രയും നന്നായി പാടുന്നു. എനിക്കൊരു കാര്യം അറിയോ, ഞാൻ ചെറുപ്പത്തിൽ ഇതിൽ നന്നായിട്ട് പാടിയിരുന്നതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു തൊണ്ടവേദന വന്നു, അന്ന് നിർത്തിയതാണ് പാട്ട്. ശിവചേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോകും. അത്രക്കും സൂപ്പറാണ് എൻ്റെ പാട്ട്. അതെ ചേട്ടാ, ചേട്ടനല്ലേ സൂപ്പർ അല്ലേ? താങ്ക് യു താങ്ക് യു. ചേട്ടനൊന്ന് റീചാർജ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തില്ലല്ലോ. അതൊക്കെ എപ്പോഴേ ചെയ്ത്? പിന്നെ ഈ വരുന്ന സൺഡേ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. എനിക്ക് ഡ്രസ്സ് എടുക്കാനായി ഒരു 2000 രൂപ GPay ചെയ്തിട്ടു ചേട്ടാ. എന്തിനാ 2000? 2500 ചെയ്ത് തരും. ഈ നിലാവുള്ള രാത്രിയിൽ മിനിയുമായി സംസാരിച്ചിരിക്കാൻ എന്തൊരു രസമാണ്. നേരം പുലരാതിരുന്നെങ്കിൽ. ചേട്ടാ ഇത് കറുത്തവാ. എന്നിട്ട് ആകാശം വെളുത്തിരിക്കാനുള്ള മിനി. ആത്മാക്കൾ നിത്യശാന്തിക്ക് ഇറങ്ങുന്ന സമയമാണ്, നമുക്ക് വേഗം കിടന്നുറങ്ങിയാലോ? ഒന്നും മിണ്ടാതിരിക്കും മിനി. ആത്മാക്കൾ ഈ രാത്രി ശാന്തി അന്വേഷിച്ചിറങ്ങല്ലേ, ആത്മാക്കളൊന്നുമില്ല. അയ്യോ ശിവചേട്ട, ഇവിടെ കറണ്ട് പോയി, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ 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 മിനി, മുത്തേ, ഹലോ. കട്ട് ചെയ്താ? ഛേ, കറണ്ട് പോകേണ്ട സമയം. ആ പെണ്ണിനെ ആത്മാക്കളെ കുറിച്ച് പറയാനുള്ള സമയം. അയ്യോ ആത്മാവേ, കാലിനോട് കാലിനോട് കാലിനോട്, ആത്മാവേ ആത്മാവേ. പുല്ല് വള്ളിയായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കളി നടക്കൂല. അയ്യോ തല തല, ആത്മാക്കളുടെ തല, ആത്മാക്കളുടെ തല. ഇത് ഞങ്ങളടാ ചാർലിയും ചാപ്പി. പേടിപ്പിച്ച് കളഞ്ഞിട കോപ്പന്മാര്. ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ? വിളിച്ചിട്ട് വരാൻ കളക്ടറുടെ ഓഫീസാ. എന്തായിരുന്നോ ഫോണില്? ഒടുക്കത്തെ റൊമാൻറ്റിക് ആയിരുന്നല്ല. ഇന്നെത്ര പോയി ഡ്രസ് മേടിക്കാൻ? എന്റെ പൊന്നാറ് ശിവമോനെ, നീ ഒരു പൊട്ടൻ തന്നെയാ. ചാപ്പി, നീ അത് പറയായിരുന്നു. പിന്നല്ലാതെ ഇന്ന് വരെ നേരിൽ കാണാത്ത ഒരു പെണ്ണിനായിട്ട് മൊബൈലിൽ റീചാർജ് ചെയ്ത് കൊടുക്കും, പൈസ അയച്ചു കൊടുക്കുന്നത്. പിന്നീട് ഒരു ദിവസം വന്നിട്ട് അവള് നിന്നെ നേരിൽ കണ്ടിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നീ? എനിക്ക് തോന്നണ ഇവനാരോ പെണ്ണിന്റെ ശബ്ദത്തിൽ പറ്റിക്കാനാണെന്ന്. അല്ലെങ്കിൽ പിന്നെ എത്ര നാളായിട്ട് എന്താണ് ആ പെണ്ണ് കാണാൻ വരാത്തത്? നിങ്ങൾക്കറിയാല, എനിക്ക് ഇത്ര നല്ല വീടിൻ്റെ അടുത്ത് ഞാൻ ടെറസിന്റെ മുകളിൽ ഒന്ന് കിടക്കണെന്താണ്. അത് നീ പണിക്ക് പോകേണ്ട നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലാടാ. അല്ല, എല്ലാവർക്കും ഉണ്ട് ഒരു ലക്ഷ്യം. എനിക്കുണ്ട് ഒരു ലക്ഷ്യം. എനിക്ക് വലിയൊരു യൂട്യൂബ് ബ്ലോഗറാണ്. അങ്ങനെ യൂട്യൂബിൽ വ്ളോഗ് ചെയ്ത് എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കണം.
ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ എനിക്ക് സഞ്ചരിക്കണം, ഒരു ഭ്രാന്തനെ പോലെ, ഒരു പാസഞ്ചറിനെ പോലെ. അവിടെ നിന്ന് കിട്ടുന്ന നല്ല നല്ല ഭക്ഷണങ്ങൾ എനിക്ക് കഴിക്കണം, ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്നിട്ട് എൻ്റെ മിനിമോളിയം കിട്ടി എനിക്ക് സന്തോഷമായി ജീവിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. നല്ല ലക്ഷ്യം. അതൊക്കെ അവിടെ കേട്ടെ. കൊച്ചിനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോയിട്ട് എന്തായി? ചാർലി ഭൂലോകമണ്ടൻ. സ്കൂളിൽ പോകാൻ മടിയുള്ള കൊച്ചിനെ ബോധം കെടുത്തിട്ടോടാണ് മണ്ട സ്കൂളിൽ കൊണ്ടുപോകണം. ആരുടെ മണ്ടൻ? ഞാനോ മണ്ടൻ? അത്രക്ക് ബുദ്ധിണ്ടായിരുന്നു എനിക്ക് കൊച്ചിനെ എടുത്തോടെയായിരുന്നു. നിന്റെ പെങ്ങളെ കുട്ടിയല്ലേ എന്റെ ശിവമോനെ. സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ കൊച്ചങ്ങാനും കരഞ്ഞു കഴിഞ്ഞാൽ ആളുകളായിരുന്നു നമ്മ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് ഞാൻ അതിനെ നൈസായിട്ടൊന്ന് ബോധം കെടുത്തി. ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടോ ശിവമോനെ? ഇടോടാ ആരുടെ മണ്ടൻ? ഞാൻ മണ്ടൻ കഴിക്കാൻ തോറ്റിയടാ. അത് ഇവന്റെ കയ്യിലിരിപ്പോണ്ട് പറ്റിയതാവും. അതൊന്നുമല്ല. ഇത് രാവിലെ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? ആ കോളനി പിള്ളേര് സേവിയർ തന്ന പണിയാണ്. എന്ത് പണി? ഞാനിങ്ങനെ രാവിലെ ഒരു പണിക്കൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു തോന്നില്ല, നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഒന്ന് ആസ്വദിച്ചാലോ, ഒരു വ്ളോഗ് ചെയ്യും. അങ്ങനെ അതിനു വേണ്ടി കാമപ്പാട്ടോട് പോയതാണ്. ഇതാണ് എൻ്റെ നാട്. വളരെ മനോഹാരിത നിറഞ്ഞതും ഒട്ടും തന്നെ വൃത്തിഹീനമല്ലാത്തതുമായ ശ്യാമസുന്ദരമായ എത്ര മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നോക്കൂ ഗൈസ്. എന്താമ്മേ പറഞ്ഞില്ലേ ഇപ്പൊ പോകാൻ പറ്റില്ല? പറ്റില്ല. പണ്ടറങ്ങൻ എന്തൊരു കഷ്ടമാണ്. മനസ്സമാനത്തോടെ തള്ളയെന്ന് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഒരു ദിവസം എല്ലാത്തിനെയും വെട്ടിയാലും ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. കിളവൻ ആശുപത്രിയില്ല. ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കാനാ തള്ള വിളിച്ച. ഒരു നേരം പട്ടിണി കിടന്നാലും ചത്തൊന്നും പോയില്ലല്ലോ കിളവൻ. സാധനം തീർന്നിട്ടാ നാളേക്ക് ഒരു പൊടി പോലും ഇല്ല വലിക്കാനായിട്ട്. നീ ഒന്നിറങ്ങി, സാധനം ഇന്ന് തന്നെ എത്തും. ഇന്നൊരു കാര്യം, സാധനം കിട്ടിയ പുതിയ കുറെ സ്കൂൾ പിള്ളേരുണ്ട്, അവന്മാർക്ക് ആദ്യം എത്തിച്ചേക്കണം. വലിച്ച് ചാവട്ടെ പട്ടികൾ. പ്രകൃതിയുടെ മനോഹാരിത കാണുക, കാണൂ. ആരും നമ്മുടെ വീഡിയോ ലൈവായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് പണി നൈസായിട്ട് പാടിയിട്ടുണ്ട്. കഞ്ചാവ് ശിവണപ്പുറത്ത് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ കാണാം. ഷിബു. ഏത് ഷിബു? ഇവിടെ പൊക്കത്തുള്ളതാ. നീ എന്തുണ്ടാക്കാനാണ് ഞങ്ങളെ വീഡിയോ എടുത്ത്? എൻ്റെ പൊന്നാർ ചേട്ടന്മാരെ, ഈ പ്രകൃതിയുടെ വീഡിയോ എടുത്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനുള്ള പരിപാടിയിലാണ് ഞാൻ. അതൊരാളെ തട്ടിക്കളയാനുള്ള കുറ്റമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. 68K അല്ല, പിന്നെ ഞാനടക്കം 68. ഇനി മേലാക്കുന്ന ഏരിയ കൊണ്ടേക്കട്ടെ കേട്ടോടാ. നാട്ടിലെ മുഴുവൻ കുട്ടികളെയും വഴിതെറ്റിക്കുന്നവൻ, മയക്കുമരുന്നും കഞ്ചാവും വടിവാളുമായി ആളുകളെ പേടിപ്പിച്ച് പണം തട്ടുന്നവൻ, കോളനി സേവിയർ. ഒരു വീഡിയോ എടുത്തിൻ്റെ പേര് നിന്നെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട് ഷിബുവിനെ. അത് ചോദിച്ചിട്ട് തന്നെ ആയിരം ചാപ്പി.
വണ്ടി എടുക്കടാ.